Hello guys, welcome back to my channel. ഇന്ന് നമുക്ക് ബേബി ബോണറ്റ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് കോട്ടൺ യാൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 കോട്ടൺ യാൺസ് എടുക്കുന്നത്, ഡിഫറെൻറ്റ് കളർ. പിന്നെ 3.2 മില്ലിമീറ്റർ ഹുക്കാണ് സൈസ് എടുത്തിട്ടുള്ളത്. അടുത്ത പാറ്റേണിലേക്ക് പോകാം. ഇതേപോലെ ആദ്യം മാജിക് റിങ് ചെയ്യുക. അതിന് ശേഷം 1 2 ചെയിൻ ഇട്ടതിന് ശേഷം നമുക്ക് 10 ഡബിൾ ക്രോഷ്യേറ്റ് ചെയ്തെടുക്കാം. അതായത് 10 DC ഈ ഒരു മാജിക് റിങ്ങിൽ ചെയ്തെടുക്കാം. ഇത് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതേപോലെ ടൈല്, ആദ്യത്തെ ആ സ്മോൾ ടൈല് യാണ് നല്ലോണം ടൈറ്റ് ആക്കിയതിന് ശേഷം ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ അതിനുശേഷം സെക്കൻഡ് റോ നോക്കുക, 2 ചെയിൻ ഇടുക. ഇതേപോലെ ആ സെയിം സ്റ്റിച്ച് തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ യാണും കൂടി കൂട്ടി പിടിച്ചിട്ട് വേണം ജോയിൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 2 DC ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എല്ലാ സ്പേസിലും നമുക്ക് 2 DC വെച്ചിട്ട് ചെയ്യണം, അതായത് ഇൻക്രീസ് ചെയ്യുക. ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാ സ്റ്റിച്ചിലും കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അടുത്തത് തേർഡ് റോ നോക്കാം. തേർഡ് റോ ഇതേപോലെ തന്നെ 2 ചെയിൻ ചെയ്യുക. അതിനുശേഷം സെയിം സ്പേസിൽ തന്നെ നമുക്ക് 1 DC ചെയ്യാം. 1 DC. നെക്സ്റ്റ് 2 DC ചെയ്യുക, അതായത് ഇൻക്രീസ് ചെയ്യുക. 1 2 എന്ന മോഡലിൽ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 1 DC. നെക്സ്റ്റ് സ്പേസിൽ 2 DC ചെയ്ത് കൊടുക്കുക, അതായത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 DC ചെയ്യുക, ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം എൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചാണ് 1 DC. നെക്സ്റ്റ് 2 DC ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 4th റോ നോക്കുക. 4th റോ ഇതേപോലെ തന്നെ 2 ചെയിൻ ഇടുക. ആ ചെയിൻ സ്പേസിൽ തന്നെ ഒരു DCയും കൂടി ചെയ്തെടുക്കുക. 1 DC ചെയ്യുക. നെക്സ്റ്റ് സ്പേസിലും 1 DC ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്പേസിൽ 2 DC ചെയ്യുക, അതായത് 1 1 2 1 1 2 എന്ന പാറ്റേണിലാണ് ചെയ്യേണ്ടത്. ഇതേപോലെ നെക്സ്റ്റ് 1 DC 1 DC. നെക്സ്റ്റ് 2 DC, അതായത് ഇൻക്രീസ്. ഇതേപോലെ കണ്ടിന്യൂസ് ആയി സെയിം പാറ്റേൺ ചെയ്തെടുക്കുക, റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ചും കൂടി ഒന്ന് നോക്കുക. ഇതേപോലെ 1 1 ആൻഡ് 2 DC ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി 5th റോ എങ്ങനെയാണെന്ന് നോക്കി. ഇതേപോലെ 2 ചെയിൻ ഇടുക. സെയിം സ്പേസിൽ 1 DC. നെക്സ്റ്റും 1 DC.
ഒന്നും കൂടി 1 DC ഇട്ട് കൊടുക്കുക. അതായത് 3 1 DC ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇൻക്രീസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ നമുക്ക് ഇൻക്രീസിൻ്റെ ലെവൽ നോക്കിയിട്ട് തെറ്റാതെ ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഡബിൾ എവിടെയല്ല ചെയ്തിട്ടുള്ളത്, ഇൻക്രീസ് താഴെ ചെയ്തതിൻ്റെ സെയിം മേലെ തന്നെയാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് പാറ്റേൺ ചെയ്തെടുക്കാം. അതായത് എവിടെയും മിസ്റ്റേക്ക് വന്നിട്ടില്ല എന്ന് അങ്ങനെ മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് തന്നെ പോണ്ടി വരും. ഒരു സ്റ്റിച്ച് കുറഞ്ഞാൽ തന്നെ ഫുൾ പാറ്റേണും ആദ്യം ചെയ്തെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. ലാസ്റ്റായി സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് റോ സെയിം 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 DC ചെയ്യുക. നെക്സ്റ്റ് 1 DC, നെക്സ്റ്റ് 1 DC. ഇതേപോലെ എല്ലാ സ്റ്റിച്ചിലും 1 DC വെച്ച് ചെയ്യുക. ഇവിടെ ഇൻക്രീസ് ഒന്നും ചെയ്യാതെ ഫുൾ 1 DC വെച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ടോട്ടൽ 15 DC കിട്ടും. ഈ റോ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് 1 ചെയിൻ ഇട്ടിട്ട് നമുക്ക് ഈ യാൺ കട്ട് ചെയ്യാം. ഇനി ഞാൻ നെക്സ്റ്റ് യാൺ വെച്ചിട്ടാണ് അടുത്ത റോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സെയിം യാൺ തന്നെ വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ വെച്ച് ചെയ്യാം. ഞാൻ വേറൊരു കളർ യാണാണ് എടുക്കുന്നത്. ഇതുപോലെ നെക്സ്റ്റ് യാൺ വെച്ചിട്ട് ഇതേപോലെ ടേൺ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത് 1 ചെയിൻ ഇട്ടതിന് ശേഷം സെയിം സ്പേസിൽ നമുക്ക് ഹാഫ് ഡബിൾ ഇട്ട് കൊടുക്കുക. അതായത് HDC ഇട്ട് കൊടുക്കുക. ഇതൊന്നും കൂടി നോക്കും. 1 ചെയിൻ 1 ഇട്ട് കൊടുത്തു. സെയിം സ്പേസിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഹാഫ് ഡബിൾ ഇട്ടതിന് ശേഷം 2 ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം വേണം 3rd ചെയിനിൽ വേണം നമുക്ക് നെക്സ്റ്റ് 2 DC ചെയ്യാൻ. 2 DC ചെയ്തെടുക്കാം. 1 2 DC ചെയ്തതിന് ശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 3 ചെയിൻ ഇട്ടതിന് ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. സെയിം സ്പേസ് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. നെക്സ്റ്റ് ഇതേപോലെ സെയിം പാറ്റേൺ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം 3rd ചെയിൻ സ്പേസിൽ നമുക്ക് 2 DC ഇട്ട് കൊടുക്കുക. 2 DC 1 2 ഇട്ടതിന് ശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ റോ കംപ്ലീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇതാ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 1 ഹാഫ് ഡബിൾ ഇട്ട് കൊടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് ആ റോ ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റോ സെയിം 1 ചെയിൻ ഇടുക, ടേൺ ചെയ്യുക. ടേൺ ചെയ്തതിന് ശേഷം സെയിം സ്പേസിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയിൻ സ്പേസ് ചെയ്തിട്ടില്ലേ, ആ സ്പേസിൽ പോയിട്ട് നമുക്ക് 2 DC ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1 2 ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഡബിൾ ക്രോഷ്യ ഇട്ട ചെയിൻ സ്പേസിൻ്റെ മേലെ വേണം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെയിം 1 സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ചെയിൻ സ്പേസിൻ്റെ ഉള്ളിൽ വേണം നെക്സ്റ്റ് പാറ്റേൺ ചെയ്തെടുക്കാൻ. ഇതേപോലെ സെയിം 2 DC 3 ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ
ആ ഡബിൾ ക്രോഷ്യൻ്റെ മേലെയുള്ള ചെയിൻ സ്പേസിൽ വേണം ചെയ്തെടുക്കാൻ. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തെടുക്കും. ഇതുപോലെ ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതേപോലെ തന്നെ സെയിം നെക്സ്റ്റ് റോ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ഇട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് റോയിൽ ഇതേപോലെ തന്നെ ചെയിൻ 1 ഇട്ട് കൊടുക്കുക, ടേൺ ചെയ്യുക, സെയിം പാറ്റേൺ തന്നെ 1 ഹാഫ് ഡബിൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ ഇതേപോലെ തന്നെ റിപ്പീറ്റ് പാറ്റേൺ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് എത്ര റോ വേണമെന്ന് വെച്ചാൽ അത്ര സൈസിൽ റോ ചെയ്തെടുക്കുക. ഞാനിപ്പം 5 സെയിം യാണിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 5 റോ സെയിം യാണ്, അതിനുശേഷം 3 റോ വേറൊരു യാണിലും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 8 റോയാണ് ഞാൻ ഈ സെയിം പാറ്റേൺ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും യൂസ് ചെയ്യുക. അത്ര റോ വലുതാക്കി എടുക്കുക. അതിനുശേഷം ചെയിൻ 1 ഇട്ട് യാൺ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതേപോലെ ഞാൻ ആദ്യം എടുത്ത യാൺ തന്നെ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് 41 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. 41 ചെയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ ഫോർട്ടി വൺ ചെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ജോയിൻ ചെയ്യാം. സൈഡിൽ ജോയിൻ ചെയ്തെന്ന് വെച്ചാൽ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുന്നതാണ്. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇവിടുന്ന് നെക്സ്റ്റ് സൈഡ് വരെ ഇതേപോലെ സെയിം ആയിട്ട് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് സെയിം 42 ചെയിന് നമ്മൾ ഇട്ടിട്ട് വേണം ഇനി ചെയ്യാൻ. നേരത്തെ 41 അല്ല ചെയിൻ ഇട്ടത്, ഇതിന് നമുക്ക് 42 ചെയിൻ ഇട്ട് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ടാണ്. ചെയ്തതിന് ശേഷം സെക്കൻഡ് ചെയിൻ സ്പേസിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ഇട്ടെടുത്തിട്ട് ഫുള്ളായിട്ട് ഒരു റോ കൂടി അത് ഫുൾ കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്ര തടിയുള്ള സ്ട്രാപ്പ് ആണെങ്കിലും അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ 2 റോ മാത്രമേ ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സ്ട്രാപ്പ് എഡ്ജ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ലെങ്ത് കൂട്ടാവുന്നതാണ് തടി. ഇതാണിപ്പം ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള നമ്മളെ ബോണറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.